പീപ്പിൾ ടി വി ബിഗ് ബ്രേക്കിംഗ്. ഇടുക്കി ചിന്നാറിൽ കേരള തമിഴ്നാട് അതിർത്തിയിൽ തമിഴ്നാടിന്റെ കയ്യേറ്റം. അതിർത്തി പുനർനിർണയിച്ച് തമിഴ്നാട് റവന്യൂ സർവേ വിഭാഗം സർവേ കല്ല് സ്ഥാപിച്ചു. വർഷങ്ങൾക്ക് മുൻപ് നടന്ന കയ്യേറ്റം സംസ്ഥാന വനം വകുപ്പ് രഹസ്യമാക്കി വെച്ചു. തമിഴ്നാടിന്റെ കയ്യേറ്റം കണ്ടെത്തിയത് പീപ്പിൾ ടിവിയുടെ അന്വേഷണത്തിലാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് അവകാശവാദം ഉന്നയിക്കുന്ന തമിഴ്നാടാണ് ചിന്നാറിൽ കേരളത്തിന്റെ ഭൂമി കയ്യേറിയത്. ചിന്നാറിൽ കേരള തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് വിജ്ഞാപനത്തിൽ കേരളത്തിന്റേതെന്ന് വ്യക്തമാക്കിയ ചിന്നാർ പുഴയും സമീപത്തെ 15 മീറ്ററോളം ഭൂമിയുമാണ് കയ്യേറിയത്. തമിഴ്നാട് റവന്യൂ സർവേ വിഭാഗം പ്രദേശത്ത് സർവേ നടത്തിയാണ് അതിർത്തി പുനർനിശ്ചയിച്ച് കല്ല് സ്ഥാപിച്ചിരിക്കുന്നത്. 1942 സർ സി പി രാമസ്വാമിയുടെ കാലത്ത് ട്രാവങ്കൂർ വന നിയമപ്രകാരവും 1984 ചിന്നാർ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിന്റെ രൂപീകരണ ഘട്ടത്തിലും പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ കേരളത്തിന്റെ അതിർത്തി സംബന്ധിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തമിഴ്നാടിന്റെ വാദമനുസരിച്ച് അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിന്റെ വാണിജ്യ നികുതി വകുപ്പിന്റെയും എക്സൈസ് വകുപ്പിന്റെയും ചെക്ക് പോസ്റ്റ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ പകുതിയും ഇപ്പോൾ തമിഴ്നാടിന്റേതാകും. തമിഴ്നാട് സർവേ നടത്തിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോഴും കേരളം അറിഞ്ഞിട്ടില്ല. എന്നാണ് സർവേ കല്ല് സ്ഥാപിച്ചതെന്ന കാര്യവും അറിയില്ല. മുൻപ് ഇരു സംസ്ഥാനങ്ങളുടെയും അതിർത്തി പങ്കിട്ടിരുന്ന ചിന്നാർ പുഴയ്ക്ക് കുറുകെയുള്ള പാലം കേരളത്തിന്റെ അധീനതയിലായിരുന്നു. അപകടാവസ്ഥയിലായിരുന്ന പാലത്തിന് പകരം തമിഴ്നാടാണ് പുതിയ പാലം നിർമ്മിച്ചത്. ആ ഘട്ടത്തിലും കയ്യേറ്റമുണ്ടായിരുന്നു. ഇതും അന്ന് കേരളം കണ്ടില്ലെന്ന് നടിച്ചതാണ് ഇപ്പോഴത്തെ കയ്യേറ്റത്തിന് വഴി തെളിച്ചത്. കേരള തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന ചിന്നാർ പുഴയ്ക്ക് കുറുകെ ഈ പാലത്തിനോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ഈ സ്തൂപം പോലും കയ്യേറ്റമായി തന്നെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. എന്നാൽ ഇതിനുശേഷമാണ് റവന്യൂ ഉദ്യോഗസ്ഥന്മാരായ തമിഴ്നാട്ടുകാർ വീണ്ടും 10 മീറ്റർ മാറി പുതിയ സർവേ കല്ല് സ്ഥാപിച്ച് കയ്യേറ്റം പൂർത്തീകരിച്ചിരിക്കുന്നത്. വിവാദമായ കയ്യേറ്റ ഭൂമിയിൽ നിന്നും ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ലെസ്ലി ജോൺ, ഇടുക്കി. ലെസ്ലി ജോൺ വിവരങ്ങളുമായി ചേരുകയാണ്. ലെസ്ലി, എങ്ങനെയാണ് ലെസ്ലിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്? സ്വരാജ്, റവന്യൂ വിഭാഗത്തിന്റെ കേരളത്തിലെ റവന്യൂ വകുപ്പിന്റെ ചില ഉദ്യോഗസ്ഥർ നൽകിയ സൂചന പ്രകാരമാണ് നമ്മൾ ചിന്നാറിൽ നമ്മൾ ഇത്തരമൊരു പരിശോധന നടത്താൻ തുനിഞ്ഞത്. അവർ പറഞ്ഞ സൂചനകൾ വളരെ കൃത്യതയോടുകൂടി തന്നെ ഉള്ളതായിരുന്നു എന്നുള്ളത് നമുക്ക് പരിശോധനയിൽ ബോധ്യമായി. തമിഴ്നാട് കേരള അതിർത്തി പങ്കിടുന്ന ചിന്നാർ ചെക്ക് പോസ്റ്റിന് സമീപമാണ് കേരളത്തിന്റെ ചിന്നാർ പുഴ അടക്കം 10 മീറ്ററോളം ഭൂമി തമിഴ്നാട് കയ്യേറിയിരിക്കുന്നതായി കണ്ടെത്തിയത്. മാത്രമല്ല, എപ്പോഴാണ് ഈ കൈനീക്കം നടന്നത് എന്നുള്ളതിനെ കുറിച്ച് ആർക്കും ധാരണയില്ല. പ്രധാനമായും ചെക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട് ജോലി നോക്കുന്നവർക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങൾ അറിയാൻ കഴിയൂ. എന്നാൽ ചെക്ക് പോസ്റ്റിൽ സ്ഥിരമായി ആരും ഡ്യൂട്ടിക്ക് ഉണ്ടാകുകയില്ല. ഓരോ ടേണനുസരിച്ച് അവർ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴാണ് തമിഴ്നാട് റവന്യൂ സർവേ ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിലൊരു സർവേ നടത്തി സർവേ കല്ല് സ്ഥാപിച്ചത് എന്ന് ആർക്കും തന്നെ അറിയില്ല. ഏതായാലും ഇത് സ്ഥിരമായി ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരം അറിയാൻ കഴിയുന്നത് വനം വകുപ്പിനാണ്. കാരണം പ്രദേശം വന്യജീവി സംരക്ഷണ കേന്ദ്രം കൂടിയായതുകൊണ്ട് ഇതിന്റെ പൂർണ്ണ അധികാരവും സംരക്ഷണവും വനം വകുപ്പിനാണ്. എന്നാൽ വനം വകുപ്പ് ഇത് സംബന്ധിച്ച ഒന്നും അറിയില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ നമ്മൾ മുതിർന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ ഇത്തരത്തിലൊരു കയ്യേറ്റം ഇല്ല എന്ന് വളരെ ലാഘവത്തോടെ മറുപടിയും അദ്ദേഹം നൽകുകയുണ്ടായി. എന്തായാലും 1942 ട്രാവങ്കൂർ വന നിയമപ്രകാരം അതിർത്തി നിർണയിച്ച സർ സി പി രാമസ്വാമിയുടെ കാലത്ത് അതിർത്തി നിർണയിക്കുകയും തുടർന്ന് 1985 ചിന്നാർ വന്യ മൃഗ സംരക്ഷണ കേന്ദ്രം രൂപീകൃതമാകുന്ന ഘട്ടത്തിൽ വിജ്ഞാപനം നടത്തുകയും ചെയ്ത കൃത്യമായി അതിരുകളുള്ള കയ്യേറ്റം സ്ഥലമായി ഇപ്പോൾ കയ്യേറ്റം ചെയ്തിരിക്കുന്നത്. പ്രധാനമായും ചിന്നാർ പുഴ ആനമല എന്ന കേരളത്തിന്റെ ഒരു പ്രദേശത്ത് നിന്നാണ് ഉത്ഭവിക്കുന്നത്. തുടർന്ന് ഇത് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് കടന്ന ശേഷം വീണ്ടും പുഴ ഒഴുകി കേരളത്തിലേക്ക് എത്തുകയും ഇത് ചിന്നാർ ചെക്ക് പോസ്റ്റിൻ വഴി പാമ്പാട് ആറ്റിലേക്കും തുടർന്ന് അമരാവതി ഡാമിലേക്കുമാണ് ഇതിന്റെ ഗതി ഒഴുകുന്നത്. ഇതിലെ ഒരു ഭാഗത്ത് മാത്രമാണ് തമിഴ്നാടിന് ചിന്നാർ പുഴയിൽ അവകാശം ഉള്ളൂ എന്നാണ് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ വനം വകുപ്പ് പറയുന്നത് അത്തരം ചിന്നാർ പുഴ തമിഴ്നാടിന്റേതാണ് എന്നുള്ള അനൗദ്യോഗികമായ വിശദീകരണമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും മുല്ലപ്പെരിയാറിൽ അവകാശവാദം ഉന്നയിക്കുന്ന തമിഴ്നാടാണ് ഇപ്പോൾ അതിർത്തിയിൽ കേരളത്തിന്റെ അതിര് കടന്ന് കയ്യേറ്റം നടത്തി അത് പുനഃക്രമീകരിച്ചുകൊണ്ട് പുനർനിർണയിച്ചുകൊണ്ടുള്ള സർവേ കല്ല് ഇട്ടിരിക്കുന്നത്.
സുരരാജ്. ലെസ്ലിയുടെ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാവുന്നത് ഇക്കാര്യത്തിൽ വലിയൊരു വീഴ്ച കേരള വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് എന്നാണ്. അത് കേവലം ഒരു വീഴ്ചയായി മാത്രം കാണേണ്ട ഒന്നാണ്. എന്തെങ്കിലും ഒരു ഒത്തുകളി ഇക്കാര്യത്തിൽ സംശയിക്കേണ്ടതുണ്ടോ? സുരരാജ്, വനം വകുപ്പ് ഉദ്യോഗസ്ഥരും തമിഴ്നാട് ഉദ്യോഗസ്ഥരുമായോ അല്ലെങ്കിൽ തമിഴ്നാട് സർക്കാരുമായോ ഏതെങ്കിലും തരത്തിലുള്ള അവിഹിത ഇടപാടുകൾ നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യമൊന്നും നമ്മളുടെ അന്വേഷണ പരിധിയിൽ ഉണ്ടായിരുന്നില്ല. ഇത്തരം വലിയ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഏത് വിധത്തിലാണ് വീഴ്ച സംഭവിച്ചത്, ആർക്കാണ് വീഴ്ച സംഭവിച്ചത്, ആരാണ് ഇതിന്റെ ഉത്തരവാദി, സംസ്ഥാനത്തിന്റെ ഭൂപ്രകൃതി നഷ്ടപ്പെടുന്ന രീതിയിൽ ഏത് ഉദ്യോഗസ്ഥന്മാരാണോ കൈകാര്യങ്ങൾ കൃത്യവിലോപം കാട്ടിയത് അവരിലേക്ക് അന്വേഷണം എത്തിക്കുക എന്നുള്ള ചുമതല സംസ്ഥാന സർക്കാരിനാണ്. ഇത് സംസ്ഥാന സർക്കാർ ചെയ്യുക, നമുക്ക് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സംസ്ഥാനത്തിന്റെ ഒരു പുഴ കയ്യേറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒപ്പം 10 മീറ്ററോളം ഭൂമി കൂടി കയ്യേറ്റം ചെയ്ത് അതിർത്തി പുനർനിർണയം ഒരു സംസ്ഥാനം ഏകപക്ഷീയമായി നടത്തിയിരിക്കുന്നു എന്നുള്ള വലിയ വാർത്തയാണ് നമ്മൾ പുറത്തു വിട്ടിരിക്കുന്നത്. സുരരാജ്, ലെസ്ലി, ഇക്കാര്യത്തിൽ ഏകപക്ഷീയമായി ആണ് തമിഴ്നാട് ഇത്തരമൊരു കയ്യേറ്റം നടത്തിയതെന്ന് പറയുമ്പോൾ വളരെ രഹസ്യമായി ഒരു സർവേ നടത്തി തമിഴ്നാട് ഉദ്യോഗസ്ഥർ ഒരു കയ്യേറ്റം അല്ലെങ്കിൽ സർവേ കല്ല് സ്ഥാപിക്കുകയായിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇതിൽ ചില ദുരൂഹതകൾ ശേഷിക്കുന്നുണ്ട് സുരരാജ്. തമിഴ്നാട് സർവേ ഉദ്യോഗസ്ഥന്മാർ ഏത് ഘട്ടത്തിലാണ് ഇത്തരമൊരു സർവേ നടത്തി ഇത്തരത്തിൽ ഒരു സർവേ കല്ല് സ്ഥാപിച്ചത് എന്നുള്ള കാര്യം ഇപ്പോഴും അവ്യക്തതയെ തുടർന്നു. എന്നാൽ ഒരു 8 വർഷങ്ങൾക്കപ്പുറം അതിർത്തിയിൽ ഡ്യൂട്ടി നോക്കിയിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനുമായി നമ്മൾ നടത്തിയ സംഭാഷണത്തിൽ അദ്ദേഹം പറയുന്ന വളരെ അദ്ദേഹം പറയുന്നുണ്ട്, താൻ ഉണ്ടായിരുന്ന 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഇതുണ്ടായിരുന്നത്. താൻ ഉണ്ടായിരുന്ന കാലത്ത് ഇത്തരമൊരു സർവേ അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ചിന്നാർ പുഴയ്ക്ക് കുറുകെയുള്ള പാലമാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് മദ്രാസ് റെജിമെന്റിന്റെ കീഴിൽ കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ഒരു തടിപ്പാലം മാത്രമായിരുന്നു അത്തരത്തിലുണ്ടായിരുന്നത്. എന്നാൽ ഈ റെജിമെന്റിന്റെ കീഴിലേക്കുള്ള വ്യവഹാരങ്ങൾ ബ്രിട്ടീഷുകാർ നടത്തുന്ന ഘട്ടത്തിലാണ് ഇത് ഗതാഗത യോഗ്യമാക്കിയത്. ഈ ഘട്ടത്തിലെല്ലാം തന്നെ പാലത്തിന്റെ ഉടമസ്ഥാവകാശം കേരളത്തിനായിരുന്നു. എന്നാൽ ഏത് ഘട്ടത്തിലാണ് ഈ പുതിയ പാലം നിർമ്മിക്കപ്പെട്ടത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാരണം. ഒരു 8 വർഷങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ പുതിയ പാലം തമിഴ്നാട് നിർമ്മിച്ചത്. അന്ന് എന്തുകൊണ്ട് കേരളം മിണ്ടാതിരുന്നു എന്നുള്ളതും വളരെ പ്രസക്തമായ ഒരു ചോദ്യമായി അവശേഷിക്കുന്നു. കാരണം നിലവിലത്തെ പാലം പുതുക്കി പണിയുന്ന ഘട്ടത്തിൽ പോലും കേരളത്തിന്റെ പ്രദേശത്തേക്ക് അവർ പാലം കൊണ്ടിടുകയും തമിഴ്നാടിന്റെ സ്തൂപം അവിടെ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ കയ്യേറ്റമായി വ്യാഖ്യാനിക്കാൻ പ്രഥമദൃഷ്ട്യാ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇതിനുശേഷമാണ് ഇത്തരത്തിലൊരു സർവേ കല്ലുകൂടി സ്ഥാപിച്ച് അവർ കയ്യേറ്റം പൂർത്തീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഏകപക്ഷീയമാണ് ഇത് നടന്നിരിക്കുന്നത് എന്നാണ് പ്രഥമദൃഷ്ട്യാ നമ്മുടെ പരിശോധനയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സുരരാജ്, ലെസ്ലിക്ക് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഏകദേശം എത്രമാത്രം വിസ്തൃതിയിൽ ഉള്ള സ്ഥലത്താണ് തമിഴ്നാട് കയ്യേറ്റം നടത്തിയിരിക്കുന്നത് എന്നാണ്? സുരാജ്, പ്രഥമദൃഷ്ട്യാ നമ്മൾ കണ്ടിരിക്കുന്ന ഈ സർവേകളെ അനുവാദപ്പെടുത്തുകയാണെങ്കിൽ കേരള തമിഴ്നാട് അതിർത്തിയുടെ എല്ലാ ഭാഗത്തേക്കും ഇതേ അളവിൽ ഭൂമി കയ്യേറി പോകാനുള്ള സാധ്യത നിൽക്കുന്നു. കാരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ചിന്നാർ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിന്റെ വിസ്തൃതി വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരന് ഒറ്റ നോട്ടത്തിൽ എത്ര ഭൂമി കൈയേറ്റം ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയില്ല. അത് വലിയ വിസ്തൃതിയുള്ള സ്ഥലമാണ് അതിർത്തി, കേരള തമിഴ്നാട് അതിർത്തി. പ്രത്യേകിച്ച് കോയമ്പത്തൂർ വന ഡിവിഷന്റെ കീഴിലുള്ള പ്രദേശമാണ് ഈ കയ്യേറ്റപ്പെട്ടിരിക്കുന്ന കേരള തമിഴ്നാട് ബോർഡർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചിന്നാറിന്റെ ആകെ നീളത്തിന്റെ എത്ര ഭാഗം പോയി എന്നുള്ളത് ഇനി നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു സർവേ നടത്തി കൃത്യമായി ഈ നേരത്തെ വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കുന്ന ഭൂമിയിൽ വീണ്ടും സർവേ നടത്തിയാൽ മാത്രമേ എത്രത്തോളം കയ്യേറ്റമാണ് തമിഴ്നാട് നടത്തിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയൂ. എന്തായാലും നിലവിലത്തെ അതിർത്തിയിൽ നിന്നും 10 മീറ്ററോക്ക് ഉള്ളിലേക്ക് മാറ്റി ഒരു സർവേ കല്ല് സ്ഥാപിച്ചതുകൂടെ ആ ഭാഗത്തെ 10 മീറ്റർ ഭൂമി കയ്യേറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് പ്രകാരമാണെങ്കിൽ ചിന്നാറിന്റെ ആകെ നീളത്തിന് അനുസൃതമായി എത്ര ഭൂമി കയ്യേറ്റം ചെയ്യപ്പെട്ടു എന്നുള്ളത് സർവേ ഉദ്യോഗസ്ഥന്മാരും സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പരിശോധിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ്. സുരരാജ്, ഇവിടെ ലെസ്ലി തന്നെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ഇതുമായി ബന്ധപ്പെട്ട് കേരള വനം വകുപ്പിന്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ടപ്പോൾ അത് തമിഴ്നാടിന് അവകാശപ്പെട്ട സ്ഥലമാണ് എന്ന പ്രതികരണമാണ് അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചത് എന്ന്. ഇവിടെ ഇത്തരം ഒരു കയ്യേറ്റം നേരത്തെ തന്നെ വനം വകുപ്പ് അധികൃതർക്ക് അറിയാമായിരുന്നു എന്ന സൂചന
ആ പ്രതികരണത്തിൽ നിന്നും കിട്ടുന്നില്ലേ ലെസ്ലി? സ്വരാജ്, ഇവരാരും തന്നെ ക്യാമറയ്ക്ക് മുന്നിൽ ഇക്കാര്യങ്ങളൊന്നും തന്നെ പറയാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ ഓഫ് റെക്കോർഡിൽ നമ്മൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഉള്ള അഭിപ്രായങ്ങൾ അവർ നമ്മോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത്തരം നമ്മോട് വിവരങ്ങൾ കൈമാറിയ വ്യക്തികളുടെ വിവരങ്ങൾ തൽക്കാലം നമുക്ക് നൽകാൻ കഴിയാത്ത അവസ്ഥ നിലനിൽക്കുന്നു. എന്തായാലും ഉദ്യോഗസ്ഥന്മാരുടെ അറിവ് ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സൂചനയാണ്. നമ്മോടൊപ്പം ഇപ്പോൾ മന്ത്രി കെ രാജു ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. മിനിസ്റ്റർ, ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ഒരു കയ്യേറ്റത്തിന്റെ വാർത്തയാണ് ബിഗ് ബ്രേക്കിംഗ് ആയി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. താങ്കളുടെ ശ്രദ്ധയിൽ അത് പെട്ടിരുന്നോ? ഞാൻ പ്രതികരിക്കാം. ഇപ്പൊ അതിന്റെ മത്സ്യ വാർത്ത കണ്ടതിന് ശേഷം അതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് തരുന്നതിന് ആവശ്യപ്പെടും ഇപ്പൊ തന്നെ. ഓക്കെ മിനിസ്റ്റർ, ഒരു നിമിഷം. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് ലെസ്ലി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. എവിടെയാണ്, എത്രമാത്രം കയ്യേറ്റം ഉണ്ടായി എന്ന ഒരു ലഘു വിവരം താങ്കൾക്ക് ഇപ്പോൾ ലെസ്ലി തരും. ലെസ്ലി മന്ത്രിയുടെ ശ്രദ്ധയിലേക്കാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. സംസ്ഥാനത്തിന്റെ അതിർ പങ്കിടുന്ന തമിഴ്നാട് കേരള അതിർത്തി പങ്കിടുന്ന ചിന്നാർ ചെക്ക് പോസ്റ്റിന് സമീപത്തായാണ് 10 മീറ്ററോളം ഭൂമി കൈയേറിക്കൊണ്ട് തമിഴ്നാടിന്റെ റവന്യൂ സർവേ ഉദ്യോഗസ്ഥന്മാർ പുതിയ സർവേ കല്ല് സ്ഥാപിച്ചിരിക്കുന്നത്. സർവേ കല്ല് ഏത് ഘട്ടത്തിലാണ്, എത്ര വർഷങ്ങൾക്ക് മുൻപാണ് സ്ഥാപിച്ചത് എന്നുള്ളതിന് അനുമാനങ്ങൾ മാത്രമാണുള്ളത്. എന്നാൽ സർവേ കല്ല് ഇപ്പോഴും അവിടെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ ഇതിന്റെ ഭീകരത എത്രത്തോളമാണ്, ഒരു തമിഴ്നാട് ഏകപക്ഷീയമായി നടത്തുന്ന കയ്യേറ്റങ്ങൾ എത്രത്തോളമാണ് എന്നുള്ളത് മന്ത്രി നേരിട്ട് സ്ഥലം സന്ദർശിച്ചാൽ മാത്രമേ ബോധ്യമാകൂ. സാധാരണഗതിയിൽ വന്യജീവി സംരക്ഷണ കേന്ദ്രമായതുകൊണ്ട് തന്നെ പരിസരവാസികളോ നാട്ടുകാരോ ആ പ്രദേശങ്ങളിൽ താമസിക്കുന്നില്ല. ചിന്നാർ പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിന്റെ ഒരു സൈഡിൽ കേരളത്തിന്റെ ചെക്ക് പോസ്റ്റും മറു സൈഡിൽ തമിഴ്നാടിന്റെ ചെക്ക് പോസ്റ്റുമാണ് ഉള്ളത്. വളരെ സംരക്ഷിത വനമേഖലയാണ്. ഈ വനമേഖല സംരക്ഷിക്കേണ്ട പൂർണ്ണ ബാധ്യത വനം വകുപ്പിന് തന്നെയാണ് എന്നുള്ളത് വളരെ കൃത്യമാണ്. അതിനാൽ നേരിട്ട് ഈ സ്ഥലം ശരി. ലെസ്ലി, മിനിസ്റ്റർ, താങ്കൾക്ക് വ്യക്തമായി കാണും എന്ന് വിചാരിക്കുന്നു. ചിന്നാറിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കയ്യേറിപ്പോയി എന്ന സൂചനകളാണ് ലെസ്ലിയുടെ റിപ്പോർട്ടിൽ നിന്ന് ലഭ്യമാവുന്നത്. കേരള അതിർത്തിയിൽ തമിഴ്നാടിന്റെ കയ്യേറ്റം നടന്നു എന്നുള്ള നിലയിലാണ് ഇപ്പോ വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിർത്തികൾ നമ്മുടെ തമിഴ്നാടിന്റെയും അതുപോലെ തന്നെ കേരളത്തിന്റെയും വനാതിർത്തിയിലുള്ള ഒരു തീർച്ചയായിട്ടും അതിന്റെ വാങ്ങിക്കൊണ്ട് കഴിയുന്നിടത്തോളം നേരിൽ തന്നെ ഈ ഭാഗം പരിശോധിക്കാനുള്ള പരിശ്രമം ഞാൻ നടത്തും. ഇപ്പോ അറിഞ്ഞ ഒരു വിഷയമാണ്. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയത് തമിഴ്നാട്ടിന്റെ റവന്യൂ വകുപ്പ് കയറി കല്ലിട്ട് പിന്നെ കേരളത്തിന്റെ ഒരു ഭാഗം തിരിച്ചുപിടിക്കുന്നതിനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽ ഇവരും കൊണ്ടുവരും. തീർച്ചയായും ഇക്കാര്യത്തിൽ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നമാകയാൽ അത് ആ തലത്തിൽ തന്നെ ഉന്നത തലത്തിൽ തന്നെ ഒരു പരിഹരിക്കേണ്ട വിഷയം കൂടി ആവുകയല്ലേ മിനിസ്റ്റർ? അതെ, അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ച രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അതിർത്തിയുടെ ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഉന്നതതലത്തിൽ അതിന്റെ ആലോചനകൾ നടത്തും. അതോടൊപ്പം തന്നെ ശ്രദ്ധയിലും ഇത് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇപ്പോ ഇടുക്കിയിലെ ചിന്നാറുമായി ബന്ധപ്പെട്ട ചില പ്രദേശങ്ങളിലെ കയ്യേറ്റമാണ് ഇപ്പോൾ ലെസ്ലി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പല സ്ഥലങ്ങളും ഇതുപോലെ ഈ നമ്മുടെ കേരള വനം വകുപ്പിന് ചെന്നെത്താൻ പറ്റാത്ത ചില സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ കയ്യേറ്റം നടന്നിരിക്കാം. അത്തരത്തിൽ ഏതെങ്കിലും ഒരു വിവരം ഇതുവരെ എപ്പോഴെങ്കിലും വനം വകുപ്പിന് ലഭിച്ചിട്ടുള്ളതായി താങ്കൾക്കറിയാമോ? അല്ല, മുമ്പ് വനം വകുപ്പിന് അങ്ങനെ ലഭിച്ചിട്ടുണ്ടോ എനിക്കറിയാൻ വയ്യ. ഞാന് ശേഷം അങ്ങനെ ഒരു ലഭിച്ചിട്ടില്ല. എന്നാൽ സ്വാഭാവികമായിട്ട് പോലെ മാസമായിരിക്കണമെന്നില്ല, മറ്റു മാസങ്ങളുണ്ടായിരിക്കാം. അതുകൊണ്ട് മൊത്തം ആവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും. വളരെയധികം നന്ദി. മിനിസ്റ്റർ കെ രാജു ആണ് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ ടെലിഫോൺ ലൈനിൽ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. എങ്കിലും അദ്ദേഹം പറഞ്ഞത് ഇക്കാര്യത്തിൽ അന്വേഷിച്ച് വേണ്ട നടപടിയെടുക്കും. രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വിഷയമാകയാൽ അത് ആ തലത്തിൽ തന്നെ പരിഹരിക്കേണ്ട വിഷയമാണ്. ലെസ്ലി, ഒന്നുകൂടി ഇപ്പോൾ എസ് രാജേന്ദ്രൻ
MLA കൂടി ചേരുന്നു. ശ്രീ എസ് രാജേന്ദ്രൻ, ലെസ്ലി ഞങ്ങളുടെ റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്ത ഈ വിവരം താങ്കൾക്ക് ലഭ്യമായതാണോ നേരത്തെ? നേരത്തെ ഈ വിവരം അറിഞ്ഞില്ല. ഇപ്പോൾ പീപ്പിൾസ് ടിവിയിൽ വരുന്ന വാർത്തയാണ് ഞാൻ കാണുന്നത്. ചിന്നാർ അതിർത്തിയിൽ നേരത്തെ മുതൽ അത്തി ഓട എന്നും പറഞ്ഞുള്ള ഒരു ഓടയുണ്ട്. അതാണ് നമ്മുടെ അതിർത്തിയായി അവിടെ നിലനിൽക്കുന്നത്. പിന്നെ കായനംകുടിയുടെ പ്രദേശത്ത് കോടാന്തൂർ ഉള്ള സ്ഥലത്തും ഒരു ചിന്നാർ ഇതുപോലെ തന്നെ ഒരു ആറുണ്ട്. ഇതാണ് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബൗണ്ടറി. അത് കടന്ന് ഇപ്പുറത്തേക്ക് തമിഴ്നാട് അതിർത്തി കടത്തിയിട്ടുണ്ടെങ്കിൽ വളരെ ശക്തിയായ ഇടപെടലും നടപടിയും സ്വീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഈ അതിർത്തികൾ കാലാകാലമായി സാധാരണഗതിയിൽ പ്രകൃതിയുടെ ഒരു അതിർത്തിയായി തന്നെയാണ് കണ്ടുകൊണ്ട് ഈ ദിവസങ്ങളെല്ലാം ഇത്രയും കാലങ്ങൾ കടന്നു പോർന്നിട്ടുള്ളത്. ഇപ്പുറത്തേക്ക് കടന്നു വരുന്നതിന് ഒരു കാരണവശാലും അനുവദിക്കാനാവില്ല. വളരെ ശക്തിയായ ഇടപെടേണ്ട സാഹചര്യങ്ങളുണ്ട്. കൂടുതൽ വിവരങ്ങൾ അവിടെ നേരിട്ട് മനസ്സിലാക്കിയതിന് ശേഷം പ്രതികരിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ടിവിയിൽ വന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പ്രകാരമാണ് അവർ കേരളത്തിന്റെ അതിർത്തിക്കുള്ളിൽ കടന്നിട്ടില്ലെങ്കിൽ ഗവൺമെന്റ് താമസമൊന്നും എടുക്കാതെ തന്നെ പെട്ടെന്ന് വേണ്ട നടപടിയിലേക്ക് കടക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. തീർച്ചയായും. ശ്രീ രാജേന്ദ്രൻ, ഇടുക്കിയിലെ ഈ അതിർത്തി പ്രദേശങ്ങളിൽ എന്തുകൊണ്ടാണ് തമിഴ്നാട് ഇത്തരം ഏകപക്ഷീയമായ കയ്യേറ്റങ്ങൾ നടത്തുന്നത്? കേരളത്തിന്റെ വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു അതിർത്തി സുരക്ഷിതത്വം ഇല്ലായ്മ ഇതിനൊരു കാരണമാണോ? അതിർത്തിയിലെല്ലാം വനപാലകർക്ക് കൃത്യമായി ജെണ്ടയും അതിർത്തിയും ഒക്കെ അവർക്ക് അറിയാം. മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ ഇതിനു മുമ്പും ഫോറസ്റ്റ് തമിഴ്നാട് കേരള ഫോറസ്റ്റുകളും അവർ തമ്മിലുള്ള അതിർത്തികളും അവർക്ക് നല്ലപോലെ വ്യക്തമായി ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തെങ്കിലും ഇത്തരത്തിൽ പിളവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പ്രാദേശികമായുള്ള ഫയർ വാച്ചർ ഉൾപ്പെടെ ഫോറസ്റ്റിന്റെ ഗാർഡ് അടക്കമുള്ള ആളുകൾ ആ പ്രദേശത്തിന്റെ പീറ്റ് ചുമതലക്കാർക്കെല്ലാം ഇത്തരത്തിൽ അറിയാതിരിക്കാൻ യാതൊരുവിധ കാരണവും ഇല്ല. അക്കാര്യം പരിശോധിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കിയിട്ടേ പ്രതികരിക്കാനാവുള്ളൂ എന്ന്. ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം ഗവൺമെന്റ് സ്വീകരിക്കണമെന്നുള്ള അഭിപ്രായമാണ് ഉള്ളത്. തീർച്ചയായും അത്തരത്തിൽ താങ്കൾ സൂചിപ്പിക്കുന്നത് പോലൊരു ഗൂഢോദ്ദേശം ഇതിന്റെ പിറകിൽ ഉണ്ട് എന്ന് കൂടി താങ്കൾ കരുതുന്നു? അങ്ങനെ വരണമെങ്കിൽ തീർച്ചയായും ഉണ്ടാകണമല്ലോ. ഇത്തരത്തിലേക്ക് അതിർത്തി കടന്നു വരുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക താല്പര്യവും ഉണ്ടാവണം. ഇത്രയും കാലം ഇല്ലാത്ത പുതിയ പ്രവണതയിലേക്ക് തമിഴ്നാട് ഗവൺമെന്റ് കടന്നിട്ടുണ്ട്. അത് ശക്തിയായി കാണേണ്ടത് തന്നെയാണ്. ഈ പ്രശ്നം രമ്യമായി എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് താങ്കൾ കരുതുന്നത്? ഇത് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. പിന്നെ ഇടുക്കിയിൽ ഇതേപോലെ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എങ്ങനെയാണ് ഈ മുല്ലപ്പെരിയാർ പ്രശ്നമൊക്കെ നിലനിൽക്കുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ എങ്ങനെയാണ് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുക? ഈ ചർച്ചയിലൂടെ ഇങ്ങനെ പറയുന്നത് കൊണ്ട് കുറെ കൂടി പ്രശ്നത്തിലേക്ക് കടത്താൻ ആഗ്രഹിക്കുന്നില്ല. വളരെ രമ്യമായും ആ പ്രദേശവുമായി ബന്ധപ്പെട്ട് താമസ സാംസ്കാരിക രീതി ദീർഘകാലമായുള്ള ബന്ധങ്ങള് ഇതെല്ലാം മനസ്സിലാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ വളരെ മുൻകാലം നമ്മുടെ അതിർത്തി കണ്ടുകൊണ്ട് ആ നിലയിൽ തന്നെ നിലപാടുകൾ സ്വീകരിക്കണം. പരിഹരിക്കാൻ കഴിയുന്ന സാഹചര്യമേ ഉള്ളൂ. സംഘടന ഉണ്ടാക്കേണ്ട കാര്യത്തിലേക്കോ അത്തരത്തിലുള്ള വാചക ചർച്ചയിലേക്കോ പോകുന്നത് ഗുണകരമല്ലെന്നാണ് ഞാൻ കരുതുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ എസ് രാജേന്ദ്രൻ. ദേവികുളം MLA എസ് രാജേന്ദ്രനാണ് ഇപ്പോൾ പ്രതികരിച്ചത്.